ചില ആളുകൾ വിചാരിക്കുന്നത് പിശാചെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ വരും, അതാ പിശാചെന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. അത് ഈ സീരിയലുകാർ കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച ദുരന്തമാണ്. ചുവന്ന ചുരിദാറിട്ടുകൊണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്ത് കഴിഞ്ഞപ്പം വെള്ള സാരി കൊടുത്ത് കിണറ്റും കര നിൽക്കുന്നു. പിന്നെ ദൈവം അവിടെ തുണിക്കച്ചവടം നടത്തുമല്ലേ, വരുന്നവർക്കെല്ലാം വെള്ളം കൊടുത്തു ഇവിടെ. എടോ, ഇത് സീരിയലുകാരുണ്ടാക്കി വെച്ച ദുരന്തമാണെന്ന്. എന്തെല്ലാം ദുരന്തം സീരിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനിയുണ്ട്, കഴുത്തെ കുരിശ് വിട്ടുകൊണ്ട് നടക്കും. എന്നാ അച്ചാച്ച ഈ കുരിശ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ മോനെ അതറിയത്തില്ലേ, എന്നാ കുരിശ് കണ്ടാൽ പിശാച് അടുക്കത്തില്ലെന്ന്. ആഹാ, അത് എവിടുന്ന അച്ചായന അത് വായിച്ച? ഏത് വാക്യോ ബൈബിളിൽ അങ്ങനെ ഏത് വാക്യോ ഉള്ളത്? എടാ, ബൈബിൾ വാക്യമൊന്നും അല്ല, പിന്നെന്താ? നീ കണ്ടിട്ടില്ലേ സീരിയലിനകത്ത് പിശാച് ഇങ്ങനെ സാരി കൊടുത്ത് വരുമ്പോൾ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, പിശാച് ഈ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കേട്ടപ്പോൾ അച്ചായൻ്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു കുരിശുണ്ടെങ്കിൽ ആര് വരികയില്ല, പിശാച് വരത്തില്ലെന്ന്. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടാ? സെമിത്തേരി. മാർബിളിൻ്റെ കുരിശ്, ഗ്രാനൈറ്റിൻ്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമെൻറ്റിൻ്റെ കുരിശ്, മുട്ടൻ കുരിശ്, 100 കണക്കിന് കുരിശുണ്ട്. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലം ഏതായിരിക്കണം പറ? സെമിത്തേരി. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഏതായിരിക്കണം? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കണ്ടേ? പോയാലോ? 10 മണി കഴിഞ്ഞാൽ രക്തം ജയം പറഞ്ഞ് അതുവഴി പോവുകയില്ല, ഇത്രയും വലിയ കുരിശുണ്ടായിട്ട്. അപ്പോഴാണ് ഇത്തിപ്പോകുന്ന കുരിശ് കഴുത്തായിട്ടുണ്ട് പിശാച് നടക്കത്തില്ലെന്ന് പറയും. എന്തൊക്കെ പൊട്ടത്തരമാണ്, ഇതിനൊക്കെ ബോധം വേണ്ടേ? ഇപ്പോഴാ ചിലരും ചിന്തിക്കും, ആ ശരിയാണല്ലോ, ഞാൻ അത്ര അങ്ങോട്ട് ആലോചിച്ചില്ലായിരുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ ഇതുവല്ലോ? ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കിയ ദുരന്തം. ഇന്ന് അനേക കുടുംബങ്ങളിൽ പണ്ട് സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇന്ന് അതുണ്ടോ? ഇല്ല. സന്ധ്യയ്ക്ക് പായിട്ട് അപ്പനും മക്കളും കുഞ്ഞുങ്ങളോട് ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ചു പോയി അനുഗ്രഹിക്കപ്പെട്ടു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് തണലായി, അവർ പറയുന്ന അനുസരിച്ചും കീഴ്പ്പെട്ടുമൊക്കെ ജീവിച്ചൊരു കാലം. ഇന്നത് പോയില്ലേ? 7 മണി തൊട്ട് 10 വരെ സീരിയലിൻ്റെ മുമ്പിലിരുന്ന് പട്ടി മോങ്ങുന്ന പോലെ മോങ്ങല അല്ലേ? സന്ധ്യാപ്രാർത്ഥനയൊക്കെ പോയില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച ദുരന്തമാണ്.